നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നോബി ശരിക്കും പറഞ്ഞാൽ പോയി കേട്ടോ. ഈ നെൽസൺ എന്തോ അത് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ആ മൈക്ക് ഒന്ന് തട്ടി ഈ കളഞ്ഞു, ഈ ഹെഡ് മൈക്ക് തട്ടി മാറ്റി. അപ്പോൾ അവിടെ നിന്ന് കട്ട് പറഞ്ഞു. ഓക്കെ, നീ ആരുടെ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ടാടാ ഞങ്ങളെ തോപ്പിക്കാന്നും പറഞ്ഞ്? പറയടാ, നീ എന്നെ കൊല്ലാൻ അറിഞ്ഞോടാ വന്നത് പറഞ്ഞു പിടിച്ചു വെച്ചേക്കോ അവന്. ഈ അടുത്ത കാലത്ത് ഏറെ തരംഗമുണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഒരുപാട് കലാകാരന്മാർക്ക് എന്താ പറയുക, ജീവിതം നൽകിയതാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലേ, ഒരുപാട് കലാകാരന്മാർ ആ പ്രോഗ്രാമിലൂടെ ഒരുപാട് പേര് വന്നു. രാജേഷ് VIP ടീമിലായിരുന്നു. ആരൊക്കെയായിരുന്നു? നെൽസൺ, നോബി, ബിനു, ഞാൻ, രാജേഷ്. ശരിക്കും ഞാനൊരു എന്താ പറയുക, നിർഭാഗ്യം എന്ന് കരുതുന്നൊരു എൻട്രി ആയിരുന്നു എൻ്റെ. നമ്മുടെ സുരാജിൻ്റെ അനിയനായിരുന്നു, അരുണായിരുന്നു. അപ്പം മരണപ്പെട്ടു പോയി. അപ്പം ആ ഒരു ഗ്യാപ്പിലേക്ക് ചെന്നതിൻ്റെ ഒരു വലിയ വിഷമം ഉള്ളിലുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ ചെന്നത് കൊണ്ട് നമുക്ക് ഇവർക്ക് നമ്മളോട് വലിയൊരു കാര്യമായിരുന്നു. നമ്മൾ എല്ലാവരോടും സഹകരിച്ച് ഇങ്ങനെയൊക്കെ പോയതുകൊണ്ട് വലിയ ഇഷ്ടമാണ്. നല്ലൊരു ടീമായിരുന്നു, നല്ലൊരു കോമ്പിനേഷനുള്ള ടീമായിരുന്നു. നോബിയുടേതായിട്ടുള്ള കുറച്ച് കൗണ്ടർ, അതുപോലെ നെൽസൺ നല്ലൊരു പെർഫോമറാണ്. ഫീമെയിലിന് ഒരുപാട് ഞാൻ ഒരുപാട് ഫീമെയിൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരുപാട് ഡയലോഗുള്ള വേഷമാണെങ്കിൽ അവിടുത്തെ പെട്ടെന്ന് വരുന്നൊരു ഫീമെയിലിനെ പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ഫീമെയിൽ ചെയ്യാൻ വേണ്ടി അവിടെ കുറേ പേരുണ്ട്. VIP എനിക്ക് ഒരുപാട്, ആ ടീം കോമഡി സ്റ്റാർ എനിക്ക് ഒരുപാട്. അപ്പം നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രയിൽ റിഹേഴ്സലിലോ ക്യാമ്പിലോ ഷൂട്ടിംഗ് ഫ്ലോറിലോ എന്തെങ്കിലുമൊക്കെ? ഷൂട്ടിംഗ് ഫ്ലോറിൽ ശരിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഫൈനൽ VIP എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും നോട്ട് ചെയ്യുന്നൊരു ടീമായിരുന്നു. കാര്യം അടുത്ത VIP എന്ന് പറയുമ്പോൾ തന്നെ ജഗദീഷ് ചേട്ടനാണെങ്കിൽ കൽപ്പന ചേച്ചിയാണെങ്കിൽ ഇവരൊക്കെ ടീം ചേട്ടനൊക്കെ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയാണ്. നമ്മുടെ ഓരോ സ്കിറ്റും അതുപോലത്തെ സ്കിറ്റുകളായിരുന്നു. അപ്പോൾ ഫൈനലിന് ഏറ്റവും നല്ല സാധനം ചെയ്യണമെന്നാണല്ലോ നമ്മുടെ മനസ്സിൽ. പിന്നെ അപ്പോൾ ഒരു ലൈവ്, ഒരു റെക്കോർഡിങ്, അതാണ് ഫൈനലിൻ്റെ ഒരു ഫോർമാറ്റ്. ഷൂട്ടിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ചെന്നു ഞങ്ങൾ പ്ലാനിങ് തുടങ്ങി. പക്ഷേ ഷൂട്ടിൻ്റെ തലേന്നായിട്ടും ഒരു സ്കിറ്റ് പോലും ഞങ്ങൾക്ക് റെഡി ആയിട്ടില്ല. കാര്യം നമ്മൾ ഒരെണ്ണം പ്ലാൻ ചെയ്യുമ്പോൾ അത് വേണ്ട, അത് കൊള്ളില്ല, നമുക്ക് തൃപ്തിയാവുന്നില്ല. ഒടുവിൽ ഒരു തലേന്ന് രാത്രി കാശ്മീർ അന്നെന്തോ സംഭവം നടന്നു, പൂഞ്ചിലെന്തോ ഒരു വെടിവെപ്പുണ്ടായെന്ന് പറഞ്ഞിട്ടൊരു പത്രത്തിൽ കട്ട് കിടപ്പുണ്ടായിരുന്നു. അവിടെ പത്രത്തിൽ ഞാനത് നമുക്ക് പട്ടാളത്തിൻ്റെ എന്തെങ്കിലും ചെയ്തോളൂ കാശ്മീർ അതിർത്തി, അങ്ങനെ ഒരു ഐഡിയ വന്നു. പെട്ടെന്ന് ഞങ്ങൾ പട്ടാളക്കാരുടെ ഒരു കഥ റെക്കോർഡിങ് കിട്ടി. അങ്ങനെ ഒരു രാത്രി 10 മണിക്ക് ഞങ്ങൾ നേരെ സ്റ്റുഡിയോ ചെന്നു. അടുത്ത ദിവസം ഷൂട്ടാണ്, ഫൈനലാണ്, ലൈവാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി റെക്കോർഡ് ചെയ്തു. ഇത് വെളുപ്പിന് ഒരു 3-3:30-4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് CD കിട്ടി. അതിൻ്റെ പെൻഡ്രൈവിൽ ഞങ്ങൾ റെക്കോർഡിങ് സ്കിറ്റൊക്കെ ഇനി ലൈവ് വേണം, ലൈവ് വേണം. ഞങ്ങളിരുന്ന് ആലോചിച്ച് മനോജ് ചേട്ടാ ഒരു രക്ഷയില്ല, ഒന്നും നമുക്ക് തൃപ്തിയാവുന്നില്ല, ഇത് കളിച്ചാൽ കൊള്ളില്ല, എന്നാൽ നമുക്കിനി പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അവിടെ നിന്ന് വിളി വന്നു 9:30 ആകുമ്പം ഏഷ്യാനെറ്റിലെത്തുക, ഫ്ലോറിലെത്തണം. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ പോവുക. അല്ല, ഭയങ്കര റിസ്ക് അല്ലേ, ഒരു ഐറ്റം സെറ്റ് ആവാതെ നമ്മൾ വണ്ടി കയറി ഫ്ലോറിലേക്ക് പോകാന്ന് പറഞ്ഞാൽ. അതെ, അതിൽ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ 4 പേരിൽ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ പിടിച്ചു കയറും ഞങ്ങൾ പലപ്പോഴും ഈ നെൽസണൊക്കെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഇത് പറയും, അപ്പം നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ടീം, ഒരു രസകരമായൊരു ടീമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്നുമ്പോഴും പറഞ്ഞു, ഇനി നമ്മൾ ലൈവില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നോബി ശരിക്കും പറഞ്ഞാൽ പോയി കേട്ടോ. നോബി പോയി, ഫൈനലിൽ പോയി. ഞാൻ പിന്നെ നോബി വിളിച്ചു, നോബി വാ, എന്തായാലും നമ്മൾ ഈ റെക്കോർഡിങ് നമുക്ക് കളിക്കാം, അത് കഴിഞ്ഞിട്ടല്ലേ ലൈവ് വരുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ ലൈവ് ആദ്യമായിരുന്നു. അവർ വിളിച്ചു, നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും ബിനു വി കമൽ പറഞ്ഞു, അണ്ണാ ഞങ്ങൾ സ്റ്റേജിൽ കളിക്കുന്നൊരു സ്കിറ്റുണ്ട് അയൽക്കൂട്ടത്തിൻ്റെ, ഒരു 10-12 ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളൊന്നും അണ്ണം പഠിക്കാമോ? ഞാൻ പറഞ്ഞു 12-15 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ പെട്ടെന്ന് നിന്ന് പഠിച്ചിട്ട് ഈ ചോദ്യം പഠിക്കുന്നതല്ല, അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ സംഭവങ്ങൾ പറയണ്ടേ, അതിൽ എന്തായാലും അത് നമുക്ക് കളിക്കാം, അണ്ണൻ പോയി മേക്കപ്പ് ചെയ്യും, ഒരു നൈറ്റ് എടുത്ത് തരാൻ പറഞ്ഞു, ഒരു ഷർട്ടും. ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയിരുന്ന സമയത്ത് ഇവനൊരു 10-15 ക്വസ്റ്റ്യൻ അതിലെഴുതി, ഒരു പേപ്പറിൽ എഴുതി. ഞാൻ മേക്കപ്പ് ചെയ്യുന്നു, നെൽസൺ കുടിയൻ എൻ്റെ ഹസ്ബൻഡായിട്ട്, നെൽസൺ, നോബി അയൽക്കൂട്ടത്തിലൊരു പെണ്ണ്, പിന്നെ കുറേ അയൽക്കൂട്ടം പിള്ളേർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് ഉള്ളവരുണ്ടല്ലോ. 15 ക്വസ്റ്റ്യൻ എഴുതി. ഫ്ലോറിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ, സത്യമാണ് ഇത്, അല്ലാണ്ട് ഒരു റിഹേഴ്സൽ എന്ന് പറഞ്ഞ സാധനമില്ല. നെൽസ ഇപ്പം ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന പറയും, ഇത് കൈ പിടിച്ചേക്കാന്നിരുന്നത്. അപ്പോൾ ഈ ചൂരൽ കൊട്ടയുണ്ടല്ലോ, ചൂരൽ കൊട്ട നമ്മുടെ ഈ പെൺപിള്ളേർ പുല്ല് പറിച്ചുകൊണ്ട് ഇട്ടിട്ട് കൊണ്ട് കളയുന്ന അയൽക്കൂട്ടത്തിൽ, അപ്പോൾ അതൊക്കെ ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടീസിൻ്റെ കൊടുത്ത്. ഞാനൊരു ചൂരൽ കൊട്ടയിൽ ഇതങ്ങ് ഈ ക്വസ്റ്റ്യൻ എഴുതി അതിനകത്ത് വെച്ച് ഒരു ഈർക്കിൽ വെച്ച് അങ്ങ് പിൻ ചെയ്ത് അവിടെ വെച്ചു. കൊട്ടയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പറയാം, നമ്മൾ ഈ
തൂമ്പയൊക്കെ ആയിട്ട് പോയി ഇങ്ങനെ നോക്കും, അടുത്ത ഒരു ക്വസ്റ്റ്യൻ പഠിക്കും, നേരെ പോയി പറയും, നെൽസനോട് പറയും. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ചൂരൽക്കൊട്ടയിൽ മാത്രം ആരും തുടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അഭിനേതാവ് ഒരുത്തുണ്ട്, അവൻ എപ്പോഴും എൻ്റെ ചോദിക്കും, ചേട്ടാ ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ സ്ഥിരം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ വരുന്നത്. അവൻ താമസിച്ചാണ് വന്നത്. അവൻ ആ മേക്കപ്പിൽ ചെയ്തപ്പോൾ ലാസ്റ്റാണ് കയറി വന്നത്. ഇവൻ ഇത് കേട്ടില്ല, അവൻ അറിഞ്ഞില്ല. അവൻ ഈ ഭയങ്കര അഭിനേതാവാണ്. തുടങ്ങി 5 ക്വസ്റ്റ്യൻ വരെ ഞാൻ പറഞ്ഞു. 6ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഞാൻ ഈ ചൂരൽക്കൊട്ടയുടെ അടുത്തോട്ട് ചെല്ലാനും ഈ ചൂരൽക്കൊട്ട അവിടെ ഇല്ല. അയ്യോ, എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എന്തുവാ, എന്ത് ചെയ്യും? അപ്പം ഞാൻ തിരിഞ്ഞു വന്നിട്ട് നോബിയുടെ പറഞ്ഞ്, എന്നാൽ ചേച്ചി ഒരു പാട്ട് പാട്. എന്നാൽ നോബി ഇല്ലാത്ത സാധനം പറഞ്ഞു. നമ്മൾ ചുമ്മാ ഒരു പാട്ട് പാട്, കേൾക്കാമല്ലോ, ചേച്ചി ഭയങ്കര കഥാപ്രസംഗക്കാരിയല്ലേ. അപ്പോൾ നോബി ഇങ്ങോട്ട്, എനിക്ക് കഥാപ്രസംഗം അറിയത്തുള്ളൂ, ചേച്ചി പാടിക്കോ. ചേച്ചി പാടുന്ന ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഞാൻ പാടി, പിന്നെ ജയ 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 ജന്മഭൂമി അത് പാടി. അത് പാടി തീർത്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ. ഉടനെ ഇതെന്തുവാണ് എന്ന് പറഞ്ഞ് നെൽസൺ കുടിയൻ പുറത്ത് കിടന്ന് പറയാം. ഞാൻ പറഞ്ഞു, പറ്റുകടയിൽ പറ്റ് കൊടുക്കേണ്ട ചീട്ട് എഴുതി വെച്ചാൽ പോലും കാണത്തില്ല, എന്താ പൈസ എടുക്കുന്ന കൂട്ടത്തിൽ അതും എടുത്തുകൊണ്ട് പോയി കളയും. അയാൾ ആ പറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ആ ചീട്ട് കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ഇതിൽ നെൽസൺ എന്തോ അത് മനസ്സിലായി, പിടുത്തം കിട്ടി. അപ്പോൾ അതൊക്കെ ആ മൈക്ക് ഒന്ന് തട്ടി ഈ കളഞ്ഞു, ഈ ഹെഡ് മൈക്ക് തട്ടി മാറ്റി. അപ്പോൾ അവിടെ നിന്ന് കട്ട് പറഞ്ഞു. ഓക്കെ, കട്ട് പറഞ്ഞ് ഞാൻ ഈ ചൂരൽക്കൊട്ട തപ്പി നോക്കിയപ്പോഴേ ഈ ഫ്ലോറിൽ കൊണ്ട് വെച്ചാൽ ഓക്കെ മനോജ് ചേട്ടാ, അത് എന്തൊരു അഭിനയമെന്ന് എനിക്ക് മനസ്സിലായി. എത്ര റിയാലിറ്റി. ഈ ഫ്ലോറിന് അതൊന്നും പുറത്തോട്ടങ്ങ് കളഞ്ഞൊന്നു ബാക്കിൽ ഈ കൊട്ട ആവശ്യമില്ലാന്നും പറഞ്ഞ് അവിടെ നിന്ന് ചാടിപ്പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പം ഇതാരാ ചെയ്തതെന്ന് അറിയത്തില്ല, ഇതാരാണ് ചെയ്തതെന്ന് മിണ്ടുന്നുമില്ല. ഇത് കഴിഞ്ഞു, സ്കിറ്റ് കഴിഞ്ഞു, ഇവനെ മാത്രം കാണുന്നില്ല. സാധാരണ ഇവൻ വന്ന് ചോദിക്കുന്ന എങ്ങനെയല്ല. ഞാൻ നോക്കിയപ്പം നെൽസൺ, നീ ആരുടെ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ടാടാ ഞങ്ങളെ തോപ്പിക്കാന്നും പറഞ്ഞ്, പറയടാ നീ എന്നെ കൊല്ലാനാണോടാ വന്നത് പറഞ്ഞു പിടിച്ചു വെച്ചേക്കോ അവന്. അതിനുശേഷം ഇന്ന് വരെ. പക്ഷെ അവൻ അറിഞ്ഞ് ചെയ്തായിരിക്കില്ല, അവൻ അറിയാതെ ചെയ്തു പോയി. കൊണ്ട് ചപ്പെല്ലാം കൂടി ഇട്ടിട്ട് കൊണ്ട് കളഞ്ഞു. അങ്ങനെയാണ് ഫൈനൽ കളിക്കുന്നത് ഞങ്ങൾ. പക്ഷേ നല്ലൊരു ടീമായിരുന്നു ഞങ്ങൾ 4 പേരും. ഉഗ്രൻ ടീമായിരുന്നു. നല്ല ടീമായിരുന്നു. കാര്യം എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു. അതെ. പിന്നെ ആ ഫ്ലോറ് വലിയൊരു എക്സ്പീരിയൻസും ആയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പലപ്പോഴും ഞങ്ങൾ പേപ്പറും പേനയും ബാക്കിൽ വെച്ചേക്കും. മറന്നു പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, എഴുതി കൊടുക്കും. ഈ നെൽസൺ മിക്കാതെ പേരുകൾ മറന്നു പോകും. പേര് മറന്നു, ഓരോരുത്തരുടെ പേര്. അപ്പം ക്യാരക്ടർ റൗണ്ടിൽ ഒരു മധു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര് ആദ്യം പറയണം, അവസാനം വരെ ആ പേര് പറയണം. അതിനകത്ത് കുറേ കൗണ്ടറുകളുണ്ട്. അപ്പം ഞാൻ ചോദിക്കും എന്താണ് മാഷിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഇയാൾ മറന്നുപോയി. അപ്പോൾ ഇയാൾ എൻ്റെ പേര് പറയാൻ ആലോചിക്കുക, എൻ്റെ പേര്. അപ്പം മറ്റവന് മനസ്സിലായി, ബിനുവിന്. ചേച്ചി മധുമാഷ് പഠിപ്പിക്കാൻ വന്നു. മധുമാഷ്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന്